You are watching TV Next. നമസ്കാരം മാഷേ, നമ്മളെന്നാ യിൻയാങ് കരാട്ടയുടെ ബെൽറ്റ് വിതരണ ചടങ്ങാണ് നടക്കുന്നത്. എന്താണ് ഇന്നത്തെ ഫംഗ്ഷൻ? എത്ര പേരാണ് പങ്കെടുക്കുന്നത്? ഈ മാസം 14-ാം തീയതി നടന്ന ഗ്രേഡിംഗ് കരാട്ടെ എക്സാമിനേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ബെൽറ്റ് ഇന്ന് ഇഷ്യൂ ചെയ്യുകയാണ്. മാത്രമല്ല അതിൽ ആ തലമുറയ്ക്ക് ഒരു പ്രോത്സാഹനം ഉണ്ടാവട്ടെ എന്ന് കണക്കാക്കിയാണ്. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെയ്യാം, പക്ഷെ അതിനേക്കാൾ ഉപരിയായി അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളിങ്ങനെ ഒരു സമ്മേളനത്തിലൂടെ അത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രതിനിധികൾ, നമ്മളെ പ്രിയ സ്നേഹിതർ, പ്രിയ പാസ്റ്റർ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ വെക്കേഷൻ വരുന്നുണ്ട്. വെക്കേഷൻ എന്തൊക്കെയാണ് പരിപാടി? വെക്കേഷനിൽ തീർച്ചയായും സ്പെഷ്യൽ കരാത്തയുടെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങൾ, അതായത് ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം. ഒരു കുട്ടി ഈ സമൂഹത്തിൽ ജീവിക്കും, ഭയം കൂടാതെ ജീവിക്കുക. ഭയന്ന് ജീവിക്കുന്നത് മരിച്ച് നമ്മൾ ജീവിക്കുന്നതിന് തുല്യമാണ്. ഭയം കൂടാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവൻ ഒറ്റ പ്രാവശ്യം അവൻ്റെ ജീവിതത്തിൽ മരിക്കും. മറ്റത് അവന് ആയുഷ്കാലം മൊത്തം ഭയന്ന് പേടിച്ച് മരിച്ച് ജീവിക്കേണ്ടി വരും. ഒരു തലമുറ ഭയം കൂടാതെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ യിൻയാങ്ങിൻ്റെ ലക്ഷ്യം. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഇതൊരു അഭ്യാസമാണ് എന്ന കാലത്തുള്ളതിൽ യാതൊരു സംശയമല്ല. ബൈബിളിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക എന്ന്. ഈ അഭ്യാസം സ്വയ രക്ഷയ്ക്കായി അത് വേണം എന്നുള്ളതാണ് ഈ കാലത്തെ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ നമുക്കത് ആവശ്യമുണ്ട്. അത് മറ്റൊരു ആളെ ചിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സ്വയം അതുപോലെ തന്നെ ശരീരത്തിന് ഈ അഭ്യാസം കൊണ്ട് നല്ല ആരോഗ്യവും ശരീരവഴക്കങ്ങളും ഒക്കെ ലഭിക്കുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ കൊഷിക കരാട്ടെ പ്രതിനിധീകരിച്ച് വന്നതാണ്. വളരെ അച്ചടക്കത്തോടെ നടക്കുന്ന ഒരു യിൻയാങ് കരാട്ടെ അതിൻ്റെ മാസ്റ്റർ സെൻസായി ജോസ് മാസ്റ്റർ എന്നെ ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊരു പ്രോത്സാഹനവും ഒരു അഭിനന്ദനവും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എത്തിയത്. ഇവിടെ കരാട്ടെ ക്ലാസ് ഒരുപാട് പോലെ ഒരുപാട് മുളച്ച് വരുന്നുണ്ട്. പക്ഷേ അച്ചടക്കത്തോടെയും കൃത്യതയോടെയും ചെയ്യുന്ന ക്ലാസ്സുകൾ വളരെ അപൂർവമാണ്. പക്ഷെ അതിൽ യിൻയാങ് കരാട്ടെ നല്ല രീതിയിൽ വരുന്നു. വളരെ നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. അതുപോലെ നമ്മുടെ ജനപ്രതിനിധികൾ രണ്ടുപേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് ഭയം കൂടാതൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ച് അടവൊക്കെ പഠിച്ചിരിക്കേണ്ട ആവശ്യമാണ്. ഇപ്പം എന്തായാലും ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ നാടിൻ്റെ ആരോഗ്യപരമായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇന്ന് ആരോഗ്യപരമായ ഒരുപാട് പരാധീനതകളുമായ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല നിലയിലേക്ക് വരുവാൻ അവർക്കൊരു മാർഗനിർദ്ദേശമായും ആരോഗ്യത്തിന് ഒരു എക്സസൈസ് കിട്ടുന്നതിനും ആരോഗ്യത്തോടെ മാനസികമായ ഒരു ധൈര്യം കിട്ടുന്നതിനൊക്കെ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തികൾ ഇത് സമൂഹത്തിന് പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. വേറൊരു കരാട്ടെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ നിൽക്കുന്നു. അതിൽ രാജേഷ് മാസ്റ്ററുണ്ട്, അതുപോലെ തന്നെ സിദ്ധു മാസ്റ്റർ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. അഡ്വഞ്ചർ ആണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖല. അതിലെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ വേറൊരു ഡോജോയിൽ വന്ന് ഒരു ബെൽറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പോൾ 2 മാസ്റ്റർമാരും എൻ്റെ അധ്യാപകരാണ്. കാരണം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറും ഇതെന്നെ ബയോളജി പഠിപ്പിച്ച സാറും 2 അധ്യാപകരാണ്. ഇപ്പോൾ ഈ കരാട്ടയിൽ ഇപ്പോൾ AK രാജേഷ് ഇതേ വേദിയിൽ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ്. പല വേദിയിൽ ഇതുപോലെ ഈ മാസ്റ്റേഴ്സിനെയൊക്കെ അണിനിരത്തി ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. പിന്നെ ഇതേപോലത്തെ ഈ വർഷത്തിലൊരു ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലേ, ഗ്രേഡ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ പിള്ളേരെയൊക്കെ അണിനിരത്തി അവർക്കൊരു കരുതലും മുൻകരുതലെന്ന നിലയിൽ ഇങ്ങനെ ഈ സെൻസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രകടനം ഞാൻ വളരെയധികം അഭിമാനത്തോടെ കാണുന്നു. എന്തായാലും ഇന്ന് ബെൽറ്റ് വാങ്ങുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്തുള്ള വെക്കേഷൻ ക്ലാസ്സുകളും വളരെ നന്നായിട്ട് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം ആശംസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.